ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സമയം 6:45. കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്. എന്ന് വെച്ചാൽ കുറേ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ കുറേ അല്ല, മറ്റന്നാൾ എക്സാം ഉണ്ട്. നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. മറ്റന്നാൾ എക്സാം ഉണ്ട് ഫിസിക്സിൻ്റെ ഒക്കെ. അപ്പോൾ അതിനും പഠിക്കണം. പിന്നെ ഗൈസ്, വേറൊരു കാര്യം പറയാനുണ്ട്. ഇത് കുറേ ദിവസമായി ഞാൻ പറയണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ സയൻസിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി മുതൽ ഞാൻ ബയോ സ്റ്റുഡൻ്റ് അല്ല, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റാണ്. ഞാൻ അതായത് ഫസ്റ്റ് ട്രാൻസ്ഫർ വന്നല്ലോ, ഇപ്പോൾ രണ്ടാമത്തെ വന്നു. ഫസ്റ്റ് ട്രാൻസ്ഫർ വന്നപ്പോൾ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റാണ് കേട്ടോ. അപ്പം കുറച്ചാൾ ബയോളജിയുടെ നോട്ട്സൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ആ നോട്ടൊന്നും എഴുതിയിട്ടില്ല, രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ച് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ബുക്സൊക്കെ ഒന്ന് എടുത്ത് വെക്കണം, പിന്നെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്കൂളിൽ നിന്ന് എടുത്ത ബുക്സാണ്. അപ്പോൾ സ്കൂളിലത്തെ നോട്ട്സ് വായിച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. കാരണം അതങ്ങനെ ക്ലാസ്സസ് ആയിട്ട് വേറെ തന്നെ ഇതിനായിട്ട് വേറെ ക്ലാസ് ഒന്നുമില്ല. അതായത് മോഷനിൻ്റെ പ്ലെയിൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ ഈ ഒരു വെക്ടേഴ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മുമ്പ് കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ ചില ടോപ്പിക്സ് ആ ഒരു ക്ലാസ്സസിലൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സ്കൂൾ നോട്ട് തന്നെ എടുത്ത് പഠിക്കാം. അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. ആദ്യം ഒരു മണിക്കൂർ പഠിച്ചിട്ട് പിന്നെ 8:30 എല്ലാം ആകുമ്പോഴാണ് പിന്നെ ചോറൊക്കെ കഴിച്ച് ഞാൻ വീണ്ടും വരുന്നത്. അപ്പോൾ പിന്നെയും നമ്മുടെ ഫിസിക്സ് തന്നെയാണ് പഠിക്കുന്നത്. ഇന്ന് ഫുള്ള് ഞാൻ ഈ ഒരു ഇതുകൊണ്ടാണ് കളിച്ചത്. എന്നിട്ടും അത് തീർന്നിട്ടൊന്നുമില്ല. ഞാനത് നല്ല മെല്ലെ വായിച്ച് അങ്ങനെ പഠിക്കുകയാണ്. ഓരോ കുഞ്ഞു ടോപ്പിക്സ് കഴിയുമ്പോഴും അത് അവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നോട്ട്സൊക്കെ എനിക്ക് എഴുതാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ അയച്ചു തരാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ അയച്ചു തന്നിട്ടുണ്ട്. കുറേ ഉണ്ട് കൈസ് എഴുതാനും. പിന്നെ അത് വെള്ളിയാഴ്ച സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താവുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും നമുക്ക് പഠിക്കാം കേസ്. അങ്ങനെ വീണ്ടും നമ്മൾ ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ വീണ്ടും ഫിസിക്സ് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് എനിക്ക് ഈ വോയിസ് ഓവറിൽ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേസ്. കാരണം ഒരേ സാധനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ സബ്ജക്റ്റ് ആണെങ്കിൽ അതങ്ങ് മാറ്റി പറയായിരുന്നു. ഇതിപ്പോൾ ഫിസിക്സ് തന്നെയാണ് പഠിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിലത്തെ ഇതുപോലത്തെ ഒരു സ്പൈറൽ നോട്ട്ബുക്കിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിൻ്റെ ഒക്കെ. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ ഒരു ഷോർട്ട് നോട്ട് പോലെ എഴുതിയിട്ട് പഠിക്കുന്നത്. ക്ലാസ്സിൻ്റെ നോട്ടുണ്ട്, പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ ഒരു ഷോർട്ട് നോട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാൻ തന്നെ ഒന്ന് എഴുതിയാൽ എനിക്ക് വേഗം അത് തലയിലേക്ക് കയറും. അതായത് നമ്മളൊന്ന് പഠിച്ചു എന്നുള്ളൊരു ഫീല് വരും. നിങ്ങൾക്കും വേണമെങ്കിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അത് കുറിച്ച് വെക്കാം. സോ ഗൈസ്, ഇപ്പോൾ തന്നെ 10:35 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതാണ്. ഫുള്ളായിട്ടില്ല, 4 കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്. ബാക്കിയൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സ്കൂളിലെടുത്തത് ഒരു ഷോർട്ട് നോട്ട് പോലെയൊക്കെ എഴുതിയതാണ്. സോ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നാളെ ലീവാണ്, പക്ഷേ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ഉച്ചവരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത്രയൊക്കെ മതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. See you on the next video. Bye.